വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിൽ ശുചിമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്ത ഇപ്പോഴെത്തി. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഫാനെ മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ പ്രേക്ഷകർ കുറേ പേർ ഈ വാർത്ത കേട്ടതോടെ ഒരുപാട് കമൻസ് ഉണ്ട്. അത് വല്ലാത്ത ഹെയ്റ്റ് മെസ്സേജസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജയിലിലുള്ള പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വിവരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നു. എങ്ങനെയാണ് ഈ നമ്മൾ പറയും ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് ഒരു വള്ളി പോലും കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയില്ല, അത്രയും അതീവ ശ്രദ്ധയോടെയാണ് അവരെയൊക്കെ ജയിലിൽ പാർപ്പിക്കുക. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം, അതായത് അല്പസമയം മുൻപ് 11:00-ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഈ തടവുകാരെ, പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ള തടവുകാരെ ഒറ്റയ്ക്കാണ് പാർപ്പിക്കുന്നത്. അങ്ങനെ ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു അഫാനെ വെഞ്ഞാറമൂട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ താമസിപ്പിച്ചിരുന്നത്. ഇന്ന് പതിവ് പോലെ ഞായറാഴ്ച ഇന്ന് TV കാണിക്കാനായി അഫാനെ പുറത്തിറക്കി. അത് ഈ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ ജയിലിൽ നടത്തുന്നത്. അതിനെ കുറ്റം പറയാനും കഴിയില്ല. നേരത്തെ തന്നെ വിദഗ്ധ പരിശോധനയുടെയൊക്കെ അടിസ്ഥാനത്തിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് അങ്ങനെ ഞായറാഴ്ചകളിൽ TV കാണിക്കാനായി പ്രതികളെ പുറത്തിറക്കുന്നത്. അങ്ങനെ പുറത്തിറക്കുന്ന സമയത്ത് ജയിൽ ഉദ്യോഗസ്ഥൻ എന്തോ കാര്യങ്ങൾക്കായി മാറി. ആ സമയത്താണ് ശുചിമുറിയിൽ അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ജയിലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഈ വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും ഒക്കെ അഫാനെ അവസാന ഘട്ട മൊഴിയെടുക്കൽ, അതായത് കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ അവസാന ഭാഗമായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ തനിക്കിന് ജീവിക്കേണ്ടതില്ല, തനിക്കിന് ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അഫാൻ പറഞ്ഞതായി അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായിട്ടൊക്കെ നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ ജീവിക്കേണ്ടതില്ല എന്ന് അഫാൻ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. അഫാൻ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.